3 മാസം കഴിഞ്ഞു 2024. ഇനി നമുക്ക് വീണ്ടും വളരെ കുറച്ച് ഇനി നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 2024 കഴിഞ്ഞ് 2025 നമ്മളെല്ലാവരും കടക്കാൻ പോവുകയാണ്. സോ നോക്കുന്ന സമയത്ത് RCM വളരെ വലിയ തോതിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വലിയ തോതിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. സോ അതിന് ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് വലിയ തോതിലുള്ള ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ സത്യം പറഞ്ഞ ഇന്ന് നിങ്ങളുടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ടിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, RCM എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ മറ്റാർക്കും കൊടുക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇത് ഞാൻ വെറും ഒരു വാക്കാൽ പറയുന്ന കാര്യമില്ല. നമ്മൾ ഈ പ്രോഗ്രാമിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും RCM അഭിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RCM മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത്രയും നല്ലൊരു പ്രസ്ഥാനമായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ എനിക്ക് വളരാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പേരെ എൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു വലിയ ഒരു ചോദ്യമാണ്. ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം. കഥ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കഥ തന്നെയായിരിക്കാം, ബട്ട് എന്നാലും ആ കഥ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ രസം ഉണ്ടാവും. പണ്ട് 2 പേര് ഒരു വലിയൊരു IT കമ്പനിയിൽ ജോലിക്ക് അത് അപ്ലൈ ചെയ്തു. 2 പേര് ഇന്റർവ്യൂവിന് വിളിച്ചു, 2 പേര് ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്തു. 2 പേരെയും ഒരേ പോസ്റ്റിൽ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യിച്ചു. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം 2 പേരും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 2 പേരും വർക്ക് ചെയ്തു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം കൂട്ടത്തിൽ 2 പേരിൽ ഒരാൾക്ക് മാത്രം ഒരു പ്രൊമോഷൻ കിട്ടി. എന്ന് വെച്ചാൽ അവരുടെ സാലറി ഇൻക്രിമെന്റ് കിട്ടി, അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാറി, ഒക്കെ മാറി. അപ്പം പ്രൊമോഷൻ കിട്ടാത്ത വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരു മനസ്സിന് വിഷമം വന്നു. പക്ഷെ ഇതെന്ത് പരിപാടിയാ, ഞാനും അവനും ജോയിൻ ചെയ്തത് ഒരേ ദിവസം, ഞാനും അവനും ഒരേ ക്ലാസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്, ഒരേ സാലറിയിലാണ് ചെയ്തത്, നിങ്ങളുടെ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ജോലിയിൽ ഒരു അമാന്തത കാണിച്ചിട്ടില്ല. അവൻ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്യുന്നുണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് അവന് മാത്രം പ്രൊമോഷൻ കൊടുത്ത് എനിക്ക് പ്രൊമോഷൻ തരാതിരുന്നത്? നമ്മുടെ മുതലാളി, നമ്മളെ MD ആള് ശരിയില്ല. പുള്ളി ഭയങ്കര എന്താ പറയുക, ആൾക്കാരെ നോക്കിയിട്ട് അവർക്ക് മാത്രം പ്രൊമോഷൻ കൊടുക്കുന്ന തരത്തിലുള്ള മോശമായ ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വിഷമം വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഷമം കൊണ്ട് ഉള്ളിൽ നടക്കുന്ന ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചൊരു പണി, നമുക്ക് ഞാൻ പോയി ചോദിക്കാം എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ തരാത്തത്, അവന് മാത്രം പ്രൊമോഷൻ കൊടുത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കാന്ന് വെച്ചാൽ ആ MD ക്യാബിനിൽ പോയിട്ട് MD ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ എനിക്ക് പ്രൊമോഷൻ തരാതിരുന്നത്? അവൻ എന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തല്ലേ, നമ്മൾ രണ്ടുപേരും ഒരേപോലെ ജോലി ചെയ്യുന്നതല്ലേ, എന്താണ് തരാത്തതെന്ന് ചോദിച്ചപ്പം ആ MD പറഞ്ഞു, അതിന്റെ ഉത്തരം ഞാൻ പറയാം, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഒരു ലാപ്ടോപ്പ് വേണം, നീ ഒന്ന് പോയിട്ട് ഇവിടെ ഏറ്റവും നല്ല ലാപ്ടോപ്പ് കിട്ടുന്ന ഏത് കടയിലാന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, എന്നോട് വീണ്ടും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം പോയി താഴെ പോയി എവിടേക്കോ പോയി ഒന്ന് അന്വേഷിച്ച് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു ഷോറൂം ഉണ്ട്, ആ ഷോറൂമിലാണ് ഏറ്റവും നല്ല ലാപ്ടോപ്പിന്റെ കളക്ഷൻ ഉള്ളത്, അവിടെ നമുക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം MD ചോദിച്ചു, അവിടെ അസൂസിന്റെ 665 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയ്യോ അത് ഞാൻ ചോദിച്ചില്ല, അപ്പൊ അതൊന്ന് ചോദിച്ചിട്ട് വരും, അസൂസിന്റെ ആ ഒരു മോഡൽ ഉണ്ടോ ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും താഴെ പോയി ആ കടയിൽ പോയി അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യെസ് സർ ഞാൻ ചോദിച്ചു, അസൂസിന്റെ 665 എന്ന് പറഞ്ഞ മോഡല് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ പുതിയ ചോദിച്ചു, അതിന്റെ റെഡ് കളർ അവൈലബിൾ ആണോ അവിടെ? അപ്പോൾ പറഞ്ഞു, അയ്യോ അതും ഞാൻ ചോദിച്ചില്ല. അപ്പൊ ശരി എന്നാ അതും കൂടി ഒന്ന് ചോദിച്ചിട്ട് വരും. അദ്ദേഹം വീണ്ടും താഴെ പോയി അതിന്റെ റെഡ് കളർ ഉണ്ടോ ചോദിച്ചു, തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, അവിടെ അതിന്റെ എനിക്കൊരു 50 പീസ് വേണം, 50 പീസ് എടുക്കാനുണ്ടാവും. അത് ചോദിച്ചാൽ അയ്യോ അതും ഞാൻ ചോദിച്ചില്ല, എന്നാൽ ഞാൻ പോയിട്ട് അതും കൂടി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് ചോദിച്ചപ്പം എഗൈൻ ആൻഡ് എഗൈൻ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു 10 പ്രാവശ്യം അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ MD അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രൊമോഷൻ കിട്ടിയ ആ സുഹൃത്തിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്കൊരു ലാപ്ടോപ്പ് ആവശ്യമുണ്ട്, ഇവിടെ അടുത്ത് എവിടെയാണ് ഏറ്റവും നല്ല ലാപ്ടോപ്പ് കിട്ടുക എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചിട്ട് വരൂ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഇതേപോലെ പുറത്തു പോയി, പക്ഷെ കുറച്ചധികം സമയം എടുത്തു. മറ്റേ വ്യക്തി 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി 25 അരമണിക്കൂർ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നതിന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രൗഷർ ഉണ്ടായിരുന്നു. ആ ബ്രൗഷർ കൊണ്ടുവന്നിട്ട് ബ്രൗഷർ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും ഷോപ്പുകൾ, ഞാൻ 5 ഷോപ്പുകളിൽ പോയി അന്വേഷിച്ചു സാർ, ഈ 5 ഷോപ്പുകളിൽ 3 ഷോപ്പുകളിലാണ് ഏറ്റവും അധികം കളക്ഷൻസ് ഉള്ളത്. ഈ കളക്ഷൻസ് ഉള്ളതിൽ ഏറ്റവും അധികം ആൾക്കാർ ഇപ്പൊ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസോസിന്റെ 665 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്.
അതിന്റെ വില വരുന്നത് 1.5 ലക്ഷം രൂപയാണ് അതിന്റെ വില വരുന്നത്. ബട്ട് നമ്മളത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 50 പീസ് 100 പീസൊക്കെ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസ് കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ വരെ നമുക്കത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറുടെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ ഈ നമ്പറിൽ സാർ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറഞ്ഞ് ആ നമ്പർ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച് എന്ന് അദ്ദേഹത്തെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ആദ്യം വന്ന വ്യക്തിയോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ മറ്റേ വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുത്തതും നിങ്ങൾക്ക് പ്രൊമോഷൻ തരാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവും ചോദിച്ചു. രണ്ടുപേരും ഈ പറഞ്ഞ മുഴുവൻ ഡീറ്റെയിൽസും ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈ പറഞ്ഞ MD കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും വർക്കിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും വർക്കിൽ ഒരേപോലെ വർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ഡെഡിക്കേറ്റഡ് ആണ്. മറ്റേ എനിക്ക് 10 പ്രാവശ്യം പോകണമെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹാർഡ് വർക്കറാണ് അദ്ദേഹം. പക്ഷെ ചെയ്യുന്ന പണിയുടെ ആ ഒരു ക്വാളിറ്റി, ചെയ്യുന്ന രീതി, അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനം വേറിട്ടൊരു പ്രസ്ഥാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മറ്റൊരു കമ്പനിക്കും പറയാൻ പറ്റില്ല. അതും നമുക്കറിയാം. നമുക്ക് പറയാനുള്ള ആരോഗ്യം എസെൻഷ്യൽ ആണ്. ആൾക്കാർക്ക് ആരോഗ്യം വേണ്ടത് ആരെങ്കിലും പറയൂ? നമ്മൾ പറയുന്ന എക്സ്ട്രാ ഇൻകം എസെൻഷ്യൽ ആണ്. ആരെങ്കിലും പറയൂ എനിക്ക് എക്സ്ട്രാ ഇൻകത്തിന്റെ ആവശ്യമില്ല എന്ന്? ഇതൊക്കെയല്ലേ നമ്മൾ RCMനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കൂടാതെ നമുക്ക് സാത്തി, വിഷ അഭിയാൻ, അതേപോലെ തന്നെ കീസോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യം, വീരാംഗന, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ RCMനോട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ മറ്റൊരു കമ്പനിക്ക് മറ്റൊരു പ്രസ്ഥാനത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നമ്മൾ ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ഒരു വ്യക്തി കേട്ട് കഴിഞ്ഞാൽ പോലും ഇത് വേണ്ട എന്ന് പറയുന്ന ലെവലിലേക്ക് അവർ പോവില്ല. ബട്ട് എന്തുകൊണ്ടാണ് ഈ സെയിം പാക്കേജ്, ഞാനിപ്പോ പറഞ്ഞ ഇതേ പാക്കേജ് ചിലര് പറയുന്ന സമയത്ത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയും എന്നാൽ ചിലര് പറയുന്ന സമയത്ത് ഇതേ പാക്കേജ് കൊണ്ട് വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നത്? ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ പറയുക ശരിയായിട്ടുള്ള പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതിലാണ് കാര്യം. ഉദാഹരണത്തിന് ഇപ്പോ RCM എന്ന പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വർക്ക് ചെയ്യുന്ന മീൻസ് ആ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവര്. പല ആളുകളുടെ അടുത്തും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ ഗ്യാസ് പോകും. അത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാളെ ചേർന്ന പരിപാടിയാണല്ലോ, MLM ആണല്ലോ, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂ? ടെൻഷനായി ആൾക്കാർക്ക് അല്ലേ? ആളുകൾക്കൊക്കെ ഭയമാണ്. ഇത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. അത് ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അത് എങ്ങനെ പറയണം എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നിങ്ങൾ എന്ത് വേണം നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഡയറക്ട് സെല്ലർ ആണെന്ന് പറയാം, ഞാനൊരു കൺസെപ്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് എന്ത് വേണം, ഞാൻ ഒരു പ്രോസ്പെക്ട് ആണെന്ന് പറയാൻ സാധിക്കും. വാട്ട് എവർ യു നീഡ് നിങ്ങൾക്കത് പറയാം. എന്താണ് പറയുന്നത് എന്നുള്ളതല്ല, എത്ര കോൺഫിഡൻസിലാണ് നിങ്ങൾ പറയുന്നത്, എത്രമാത്രം നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് സന്തോഷവാനാണ് എന്നുള്ളതിലാണ് ആ വ്യക്തി നമ്മൾ പറയുന്ന ആ പ്രസ്ഥാനത്ത് എന്താണ് വർക്ക് ചെയ്യുന്നുള്ളതിന് നമ്മൾക്കൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ആൾക്ക് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, വളരെ എന്താ പറയാ ചീപ്പായിട്ട് ഞാൻ പറയാണ്, ഒരു പിച്ചക്കാരനാണെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താ പറഞ്ഞാൽ, അദ്ദേഹം പറയുന്ന ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നല്ല ഡ്രസ്സിംഗ് ഒക്കെയാണ്, പുള്ളി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് എന്താ ചോദിച്ചാൽ, ഞാൻ ഒരു ബെഗറാണ്, ഞാൻ പിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ എന്നുള്ള പോലെ അത്രയും സന്തോഷത്തോടു കൂടി ആ ഒരു കോൺഫിഡന്റ് ലെവലിൽ ഒരു പിച്ചക്കാരൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് തോന്നി ഇതെന്തൊരു പിച്ചക്കാരന്റെ ബോഡി ലാംഗ്വേജ് ആണോ ഇത്? ഒരു പിച്ചക്കാരന്റെ സന്തോഷമാണോ ഇത്? ഇതെന്താ അവർ പിച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സംഭവം അല്ലേ ആള് ചെയ്യുന്നത്, വേറൊന്നും ആണോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആ ക്യൂരിയോസിറ്റി വന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണെങ്കിലും വളരെ എന്താ പറയുക ആൾക്കാർ നികൃഷ്ടമായി കാണുന്ന ഒരു ജോലിയാണെങ്കിൽ പോലും അതിനെ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹം പറഞ്ഞ രീതിയിലും നമുക്ക് എന്തായി, അതെന്താണ് അവർ എന്ത് പിച്ചയാണ് എടുക്കുന്നത്, ഈ ഒരു ബോഡി ലാംഗ്വേജും ഈ ഒരു കോൺഫിഡൻസും വരാൻ മാത്രം എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്നുള്ള ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം എന്താ, ആ പറയുന്ന രീതി. അതേപോലെ തന്നെ നമ്മുടെ സന്തോഷം, നമ്മൾ എത്രമാത്രം നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കാണിക്കുന്ന സന്തോഷമാണ് മുമ്പുള്ള ആൾക്ക് എന്ത് തോന്നുന്നത്, യെസ് ഇദ്ദേഹം ഒരു വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഫഷനിലാണ് ചെയ്യുന്നത്, ഹീസ് എ സെൽഫ് ബിസിനസ് മാൻ, സ്വന്തമായിട്ടൊരു ബിസിനസ് അദ്ദേഹം ചെയ്യുന്നതിൽ അദ്ദേഹം ഹാപ്പിയാണ്, അദ്ദേഹം കോൺഫിഡന്റ് ആണെന്ന് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെയാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച, നമ്മൾ ചെയ്യുന്ന ജോബിന് വാല്യൂ വരുന്നത്. സോ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് ഇതൊരു ആർട്ടാണ്, ഇതൊരു കലയാണ്. ഇത് നമ്മൾ പല ആൾക്കാർക്കും അറിയില്ല. ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാം, അത് എങ്ങനെ പറയണം, എത്ര സമയത്തിനകത്ത് നമ്മൾ ആ കാര്യങ്ങൾ പറയണം, എന്തൊക്കെയാണ് തുടക്കത്തിൽ പറയേണ്ടത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. ഒരു മീറ്റിംഗിന് നമുക്കറിയാം, ഒരു RCM എന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ പറയുന്ന കാര്യമാണ്, നമുക്ക്
മണി ഫ്രീഡം കിട്ടും, അതേപോലെ തന്നെ ടൈം ഫ്രീഡം കിട്ടും, നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ആവും. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പോസിബിലിറ്റിയാണ്. നമുക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ലോട്ട്സ് ആൻഡ് ലോട്ട് മെനി തിങ്സ്. നമുക്കാണ് 100 കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഡയറക്ട് സെല്ലിങ്ങിലൂടെ കിട്ടുന്ന കാര്യമാണ്. ബട്ട് ഇതൊക്കെ എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ഒരു ടീമിനെ ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം കിട്ടുന്നത്. ഇന്ന് നമ്മുടെ ക്ലോസിംഗ് ആണ്. ക്ലോസിങ്ങിനകത്ത് നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ക്ലോസിംഗ് എപ്പോഴാണ് ഉണ്ടാവുക? നമുക്കൊരു വലിയ ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അത്രയും പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസ് ആ. കാരണം ഇപ്പൊ ആസ് എ റൂബി, ഇപ്പൊ ഞാൻ, ഹേമന്ത് സാറ്, അതേപോലെ എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, ഇവർക്ക് നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടെൻഷന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? അത്രയും വലിയൊരു ടീം ജനറേറ്റ് ആയി കഴിഞ്ഞു. ഇനി എങ്ങനെ പോയി കഴിഞ്ഞാലും ആ ടീമിനകത്തുള്ള 50% പർച്ചേസ് വന്നാൽ പോലും ഒരു ഇൻകം ജനറേറ്റ് ആയെന്നുള്ള കാര്യം നമുക്കറിയാം. വിത്തിൻ ഒരു മാസത്തെ ഡയമണ്ട് ക്ലബിന്റെ എണ്ണം 10-ാം തീയതി ആകുമ്പോഴേക്കും എനിക്കും ഹേമന്ത് സാറിന്റെ ഒക്കെ ഏകദേശം ഐഡിയ കിട്ടും ഈ മാസം ക്ലോസിംഗ് എവിടേക്കാണ് പോകുന്നത്. കാരണം എന്താ? അത്രയും വലിയൊരു ടീമിനെ നമ്മൾ ജനറേറ്റ് ചെയ്തു. സോ ഏറ്റവും അധികം ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? എങ്ങനെ നമുക്ക് ആളുകളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും, എങ്ങനെ നമുക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും, എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്, എങ്ങനെ ഒരു പ്രോസ്പെക്ടിങ് ചെയ്യാം, എങ്ങനെ ആളുകൾ ഒരു മീറ്റിംഗിൽ നമുക്ക് ഇതിനകത്തേക്ക് ആളുകളെ കൊണ്ടുവരണമെങ്കിൽ, ആൾക്കാർക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആളുകളെ മീറ്റിങ്ങുകളിലേക്ക് കൊണ്ടുവരണം. ഒരു മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്ത് അവരെ നമ്മൾ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പ്രസ്ഥാനത്തിന്റെ വലുപ്പം എന്താണ്. ഇത്രയും അധികം ആൾക്കാർ ഈ പ്രസ്ഥാനത്തിനകത്തുണ്ട്, ഞാൻ ഒറ്റക്കല്ല. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ ഒരു മീറ്റിംഗ് വന്നപ്പോഴാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. സോ ഐ ആം നോട്ട് അലോൺ, ഐ ആം നോട്ട് ഓൺലി ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദിസ്. ഇത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലാവാൻ വലിയ മീറ്റിങ്ങുകളിൽ കൊണ്ടുപോകണം. അതിന് ആളുകളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം? ഇൻവൈറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, ബട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ അധികം സമയം എടുക്കില്ല, ഞാൻ ഒരു ചെറിയൊരു പ്രസന്റേഷനിലേക്ക് ഞാൻ പോവാണ്. നമുക്ക് പെട്ടെന്ന് ആ പ്രസന്റേഷൻ എടുക്കാം, കാരണം എനിക്കറിയാം ടുഡേ ക്ലോസിംഗ് ആണ്, എല്ലാവരും തിരക്കിലാണ്. സോ വി ആർ ഗോയിങ് ടു ലേൺ ദ ആർട്ട് ഓഫ് ഇൻവിറ്റേഷൻ ഓർ ആർട്ട് ഓഫ് പ്രോസ്പെക്ടിങ്. സോ ദ ആർട്ട് ഓഫ് ഒരു പ്രോസ്പെക്ടിങ് എന്ന ഒരു കലയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ RCMലേക്ക് നമ്മളൊരു വ്യക്തി ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ട സംഭവം എന്താണ്? ഒരു വ്യക്തിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട സാധനം കോൺഫിഡൻസ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം പ്രാക്ടീസ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ലിസ്റ്റ് വേണം. ആൻഡ് നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം. പിന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. വീണ്ടും നമുക്ക് കോൺഫിഡൻസ് വേണം, നമുക്ക് ലിസ്റ്റ് വേണം, പ്രാക്ടീസ് വേണം, കോൺഫിഡൻസ് വേണം. ഒരു വ്യക്തിയെ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആരും തരില്ല. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ലിസ്റ്റ്, നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ആരും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആളുകളെടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് വരെ നെഞ്ചിത്ത് റൂബി പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഒരു പ്രോസ്പെക്ടിങ്ങിന് തയ്യാറായി കഴിഞ്ഞു, ഒരു വ്യക്തിയെ RCMനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയാം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഈ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് എളുപ്പത്തിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ 6 ബേസിക്കിനകത്ത് 2ാമത്തെ പോയിന്റ് തന്നെ നമുക്ക് ഡ്രീംസിന്റെയും പ്രോസ്പെക്ട്സിന്റെയും ലിസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡ്രീംസിന്റെ ലിസ്റ്റ് മാത്രം പറഞ്ഞു, നമുക്ക് എന്ത് വേണം ഈ പ്രസ്ഥാനത്തിലുള്ള ലിസ്റ്റ് വേണം. അതേപോലെ തന്നെ നമ്മൾ അത്ര പേരോ ആരോടൊക്കെയാണ് ഈ പ്രസ്ഥാനത്തെ പോയി പറയാൻ പോകുന്നതെന്നുള്ള ലിസ്റ്റ് നമുക്ക് വേണം. ലിസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് വേറെ ക്ലാസ് വെക്കാം. ബട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ കോൺടാക്ട് നോക്കൂ. നിങ്ങളുടെ കോൺടാക്ട്, മൊബൈലിനകത്തുള്ള കോൺടാക്ടിനകത്തുള്ള മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ ലിസ്റ്റാണ്. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും പ്രയോറിറ്റി വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രസ്ഥാനത്തിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇതിലേക്ക് കൊണ്ടുവരാനും സാധിക്കണം. സോ അതിന് എന്ത് വേണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരാളെ പോയി കണ്ട് സംസാരിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഒരാളെ പോയി കണ്ടു, പിന്നെ അടുത്ത മാസം പോയി കാണലല്ല പരിപാടി. ഇത് ഡെയിലി ചെയ്യേണ്ട വർക്കാണ്. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള പ്രോസ്പെക്ടിങ് നടക്കുള്ളൂ. അപ്പോഴേ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആവും. കാരണം ഒരിക്കൽ നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ആൾക്കാരെ പോയി കണ്ട് കോൺഫിഡൻസ് വന്ന് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറെ കാലത്തേക്ക് പ്രോസ്പെക്ടിങ് ചെയ്യാതിരുന്നാൽ, ആളുകളെ പോയി ഇൻവൈറ്റ് ചെയ്യാതിരുന്നാൽ, ആളുകളോട് RCMയെ പറ്റി സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വീണ്ടും താഴെ പോകും. പിന്നീട് വീണ്ടും നിങ്ങൾ ഒന്നിനും തുടങ്ങേണ്ടി വരും. സോ ഇത് പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എല്ലാവർക്കും വേണ്ട കാര്യമാണ് കേട്ടോ, മുഴുവൻ ആൾക്കാരും. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ നോക്കുന്ന പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഒന്നുകിൽ പുതിയ ആൾക്കാർക്ക് എന്താ പറയുക, ഇത് അറിയാത്തതിന്റെ പേരിൽ പേടി,
പിന്നെ കുറച്ച് വലിയ ആൾക്കാർ ഓൾറെഡി ഞാൻ കുറച്ച് വലുതായി പോയില്ല, ഇനിയിപ്പോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ ജോയിൻ ചെയ്യിച്ച ആൾക്കാർ ചെയ്യട്ടെ. ഇങ്ങനെ രണ്ട് തരത്തിൽ ആൾക്കാർ ചിന്തിച്ച് ഇത് എവിടെയും നടക്കാതെ പോവാണ്. സോ നിങ്ങൾ ഡെയിലി, അത് നിങ്ങൾ ഏത് ലെവലിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. ആളുകളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, കാരണം നിങ്ങൾ ചെയ്ത് മാത്രമേ ഇത് നിങ്ങൾ ശീലിക്കുള്ളൂ. നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഹൂ ആർ യു, നിങ്ങൾ ആരാണ് എന്നുള്ളതാണ് ആ വ്യക്തിയെ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു വ്യക്തിയെ പോയി RCM പറയുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ RCM അല്ല പറയുന്നത്, നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങളെയാണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ആരാണ് എന്നുള്ള കാണിക്കുക. അപ്പൊ അത് നിങ്ങൾക്കൊരു കോൺഫിഡന്റോട് കൂടി, ഏറ്റവും അധികം കോൺഫിഡന്റോട് കൂടി നമുക്ക് എന്ത് പറയാൻ ചെയ്യാൻ വേണ്ടി പറ്റണം, ആ വ്യക്തിക്ക് മുമ്പിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി ഫസ്റ്റ് വേണ്ട എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. കാരണം നിങ്ങൾ ഈ പറയാൻ പോകുന്ന പ്രസ്ഥാനത്തെ പറ്റി, RCMനെ പറ്റി, ഇതിലെ പ്രൊഡക്റ്റുകളെ പറ്റി മിനിമം നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ടൂൾസ് വേണം. എന്തെങ്കിലും അവർക്ക് കാണിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ടൂൾസ് നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. നമ്മുടെ RCMന്റെ ഏതെങ്കിലും ബ്രൗഷേഴ്സോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ നമ്മുടെ RCMന്റെ 2-3 പ്രൊഡക്റ്റോ ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അത് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി. ഒരു റൈസ് ബ്രാൻ ഓയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വലിയ ലെവലാണ്. റൈസ് ബ്രാൻ ഓയിൽ കഴിക്കുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് ആണ്. റൈസ് ബ്രാൻ ഓയിലിന്റെ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിൽ വെച്ചാലും നമുക്ക് കോൺഫിഡൻസ് ആണ്. സോ ഫസ്റ്റ് എന്ത് വേണം? നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. രണ്ടാമത്തെ എന്താണ്? ഇന്റൻഷൻ ഓഫ് ബിസിനസ് പാർട്ട്ണർഷിപ്പ്. നിങ്ങളൊരു വ്യക്തിയെ നിങ്ങൾ പോയി കണ്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്താണ്? യെസ്, ഞാൻ കാണാൻ പോകുന്ന ആ വ്യക്തി എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിയോട് കോൺഫിഡന്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങൾ അയാൾ ചിലപ്പോൾ ജോയിൻ ചെയ്യുമായിരിക്കാം, ജോയിൻ ചെയ്യട്ടെ എന്നുള്ള ലെവലിൽ, അല്ലെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്താലും എന്റെ ലൈഫിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങളൊരു വ്യക്തിയെ പോയി ജോയിൻ ചെയ്യിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ കൃത്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനോ നിങ്ങളുടെ കോൺഫിഡൻസ് ആ വ്യക്തിയുടെ മുമ്പ് കാണിക്കാനോ സാധിക്കില്ല. സോ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണ്ട കാര്യം എന്താണ്? ഒരു വ്യക്തിയുടെ അടുത്ത് RCM പറയാൻ പോകുന്ന സമയത്ത് ഈ വ്യക്തി എന്റെ കൂടെ ലൈഫിൽ, ഞാൻ വലിയൊരു കാലഘട്ടം ഈ വ്യക്തിയുടെ കൂടെ ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ഈ വ്യക്തിയായിരിക്കും എന്റെ ടീമിൽ വരാൻ പോകുന്ന ആദ്യത്തെ ഡയമണ്ട് എന്നുള്ള ചിന്തയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ വ്യക്തിയോട് സംസാരിക്കണം. കാരണം നിങ്ങൾ അത്രയും അധികം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോഴേ അതിനനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, ഇതെല്ലാത്തിനും മേലെ എന്താണോ, നിങ്ങൾ സന്തോഷവാനായിരിക്കണം, സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ചിരിച്ച് പ്രസന്റബിൾ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്ക് അവർക്ക് പിടികിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ ആൾ ജോയിൻ ചെയ്യും. കാരണം എന്താ? നിങ്ങൾ ഭയങ്കര പ്ലസന്റ് ആണ്. ഇത്രയും സന്തോഷവാനായിരിക്കുന്ന ആളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ ആൾക്കാർക്കും ഒരു സോ നമ്മൾ വളരെ പ്ലസന്റ്ലി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അദ്ദേഹത്തോട് സംസാരിക്കാൻ. ആൻഡ് നിങ്ങൾക്കൊരു ഫെയ്ത്ത് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനകത്ത് ഞാൻ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സക്സസ് ഉണ്ടാക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വിശ്വാസം വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ട്രാൻസ്ഫോമിങ് ദ എന്തൂസിയാസം എന്നാ പറയാ. നമ്മളെന്തെങ്കിലും ട്രാൻസ്ഫോം ചെയ്യണം. എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കൂ. എനിക്കില്ലാത്ത കാര്യം ഞാനങ്ങ് ട്രാൻസ്ഫോം ചെയ്യും. എനിക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിൽ എനിക്ക് കൊറോണ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആൾക്ക് കൊറോണ കൊടുക്കാൻ പറ്റും. എനിക്കില്ലാത്ത കൊറോണ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊരു നെഗറ്റീവ് എക്സാമ്പിൾ ആണെങ്കിൽ പോലും ഞാൻ പറയാം, ആദ്യം എനിക്ക് വേണം, എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കൂ. സോ ഈ പ്രസ്ഥാനത്തിനകത്ത് യെസ്, ഞാൻ വിജയിക്കും, എനിക്ക് ഈ പ്രസ്ഥാനത്തിനകത്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും, ഞാൻ ഇതിനകത്തൊരു ഡയമണ്ട് പിൻ അച്ചീവ്മെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ആരോഗ്യവും സമ്പത്തും എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുമ്പിലിരിക്കുന്ന ആൾക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. സോ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെയും മേലെ എന്ത് വേണം? പേഴ്സണൽ ഹൈജീൻ. ഇതെല്ലാം നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ പോകുന്നത് ഒരു വൃത്തിയില്ലാത്ത ഡ്രസ്സിലോ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ പാനപ്പരാഗോ അങ്ങനത്തെ എന്തെങ്കിലും കൈനിയെ കുറുക്ക വെച്ചിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മദ്യപിച്ചിട്ടോ, അല്ലെങ്കിൽ തലേന്ന് മദ്യപിച്ചതിന്റെ സ്മെല്ല് നമ്മുടെ വായിൽ വരുന്നത് വരികയോ, അല്ലെങ്കിൽ മദ്യം വേണ്ട അല്ലാതെ തന്നെ നമ്മളെ എന്താ പറയാ, ഒരു വൃത്തി അടുത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആൾക്ക് തോന്നുകയാണ് ഇയാളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഒരു ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഉണ്ടെങ്കിലും ആൾ നിങ്ങളുടെ കൂടെ വരില്ല. സോ നമ്മൾ വൃത്തിയോടെ, വളരെ വൃത്തിയോടുകൂടി ആൾക്കാർക്ക് നമ്മുടെ കൂടെ ഒട്ടിയിരുന്നു കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ആ ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സോ പേഴ്സണൽ ഹൈജീൻ ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയുടെ അടുത്തേക്ക് RCM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും, നിങ്ങൾക്ക് ഒരു തുടങ്ങാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട എന്താണ് പ്രോസ്പെക്ടിങ്? പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ട്രെയിലർ പോലെയാണ്.
സിനിമയുടെ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ആ സിനിമക്ക് പോകണോ പോകേണ്ടി വന്നു, അല്ലേ? നമ്മൾ ട്രെയിലർ കണ്ട് അത് ഭയങ്കര എൻഗേജിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും, ആ യെസ് നമുക്ക് എന്താ പിന്നെ സിനിമ ഒന്ന് കണ്ടു കാണാം, നല്ല അടിപൊളി ട്രെയിലറാണ്, അതിനകത്തുള്ള കുറച്ച് കട്ടിങ്സ് കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് നമുക്ക് എനിക്കൊരു ഇതിന് വേണ്ടി ഞാൻ കാശ് മുടക്കാം, ഒരു 200 രൂപ ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും മുതലിനുണ്ട്, എന്നിട്ട് നമുക്ക് ട്രെയിലർ കാണുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സിനിമ കാണുക. അതേപോലെ തന്നെയാണ് നിങ്ങൾ കാണിക്കുന്ന ട്രെയിലറാണ് RCM എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ട്രെയിലറാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോസ്പെക്ടിങ് ഈസ് ഓൾസോ സെല്ലിംഗ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ വിൽക്കുകയാണ്. നമ്മളുടെ കയ്യിലുള്ള സാധനം, നമ്മുടെ കയ്യിലുള്ളത് എത്ര വലിയ വില കൂടിയ സാധനമാണ്, അല്ലെങ്കിൽ എത്രയും വലിയ ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിലും ആ വ്യക്തി ആ സാധനമാണെങ്കിൽ ആദ്യം അത് വിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത്, ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഏതൊരു മെഡിസിൻ ചോദിച്ചു, ഒരു 50 രൂപയുടെ ഒരു മെഡിസിൻ നമ്മൾ ചോദിച്ച സമയത്ത് അവരെന്താക്കി, ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ചോദിച്ചു, കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഒന്ന് പെട്ടെന്ന് എടുത്തിരുന്ന പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് തിരക്കാം, നിങ്ങൾ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോയി വാങ്ങിച്ചോളൂ, ആ സമയത്ത് നോക്കൊക്കെ വേണം എന്നുള്ള പോലെ കുറച്ച് അരഗൻ്റായിട്ട് അദ്ദേഹം നിങ്ങളോട് മറുപടി പറഞ്ഞു. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയ സമയത്ത് അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ ഷോപ്പുകാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ സാർ എന്താ വേണ്ടത്, അപ്പം നിങ്ങൾക്ക് അവള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായി, അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് എങ്ങനെ പേട് വരിക, അപ്പൊ അതിൽ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം. അപ്പൊ കുഴപ്പമില്ല സാർ, ഇതൊക്കെ എന്റെ കൂടെ തന്നെ ഉള്ളതല്ലേ, ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ, സാറ് പറഞ്ഞോളൂ എന്താ വേണ്ടേ. അപ്പൊ എനിക്ക് ഇന്ന മരുന്നാ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ സെക്കൻഡ് എപ്പോൾ തരാമെന്ന് പറഞ്ഞ പുള്ളി ഞാൻ കൈ കഴുകിയിട്ട് നിങ്ങൾക്ക് ആ മെഡിസിൻ എടുത്ത് തരുന്നു. നിങ്ങൾ ഒരേ മെഡിസിൻ അവിടെ പോലും നിങ്ങൾക്ക് ഈ മെഡിസിൻ കിട്ടും, നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഷോപ്പ് അതാണ്, പക്ഷെ ഇത് കുറച്ച് ദൂരം വന്നിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. നിങ്ങൾ അടുത്ത പ്രാവശ്യം മെഡിസിൻ വാങ്ങാൻ വേണ്ടി ആരെടുത്താ പോവാ? തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ആ ഷോപ്പിൽ പോവാതെ കുറച്ചും കൂടി അപ്പുറത്തുള്ള ഈ ഷോപ്പിൽ ആ ഭക്ഷണം കഴിക്കുന്നിടയ്ക്ക് കൈ കഴുകി നിങ്ങൾക്ക് ആ മെഡിസിൻ എടുത്ത് നിങ്ങളോട് നന്നായി പെരുമാറിയ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ മെഡിസിൻ നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങും. ഒരിക്കലും മറ്റേ ഷോപ്പിൽ പിന്നീട് നിങ്ങൾ പോവില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന സമയം നിങ്ങൾ ആദ്യമായിട്ട് RCM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറയുന്നത്, നിങ്ങൾ നിങ്ങളെ വിൽക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, യെസ് ഈ വ്യക്തിയുടെ കൂടെ എനിക്ക് പോകണം, ആ പ്രസ്ഥാനത്തിന്റെ കൂടെയല്ല, കാരണം പ്രസ്ഥാനത്തിനെ പറ്റി മുഴുവനായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല, പറഞ്ഞാൽ മനസ്സിലാവൂല. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഈ വ്യക്തിയുടെ കൂടെയാണ് എൻഗേജ് ആവേണ്ടത്, ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സെൽഫ് സെല്ലിംഗ് ആണ് ആ ഒരു ടൈമിൽ നടക്കുന്നത്. ആൻഡ് ഡു പ്രോസ്പെക്ടിങ് എവറി ഡേ. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദിവസവും ഈ സംഭവം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നടക്കുള്ളൂ. ആൻഡ് ഓൺലി ഇൻവൈറ്റ്, നെവർ ഡു പ്രസന്റേഷൻ. നിങ്ങൾ തുടക്കം തന്നെ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ വ്യക്തിയെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പാടുള്ളൂ. ഒരിക്കലും ഫോണിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് മൊത്തം പ്രസന്റേഷനും നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ട്രെയിലറാണ്. അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെയിലർ, ആ ട്രെയിലറിനകത്ത് തന്നെ നമ്മൾ മുഴുവൻ സിനിമയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സിനിമ കാണാൻ ആരും പോവില്ല. കാരണം അവർക്കൊരു ക്യൂരിയോസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു 4 ദിവസം മുമ്പ് ഒരു ഫിലിമിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, ബഡേ മിയ ചോട്ടെ മിയ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും കൂടി ഉള്ള, നമ്മുടെ പൃഥ്വിരാജാണ് അതിൽ വില്ലനായിട്ട് വരുന്നത്. അതിന്റെ ട്രെയിലർ വന്നു. ആ ട്രെയിലർ 3 മിനിറ്റ് നീണ്ട ട്രെയിലറാണ്. ആ ട്രെയിലർ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ആ ട്രെയിലർ ഭയങ്കര ഫ്ലോപ്പ് ട്രെയിലർ, നല്ല അടിപൊളി പടമായിട്ട് ഭയങ്കര പൈസയ്ക്ക് ഇറക്കി ഒരുപാട് ബോംബ് സ്ഫോടനവും തോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സംഭവം ട്രെയിലറാണ്. ബട്ട് ആ ട്രെയിലർ ഒരു ഭയങ്കര ഫെയിലിയർ ട്രെയിലർ ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, ആ 3 മിനിറ്റിനകത്ത് ആ സിനിമ മുഴുവൻ അവർ കാണിച്ചു കളയും. എങ്ങനെ പടം തുടങ്ങുന്നു, അതിനകത്തുള്ള കണ്ടന്റ് എന്താണ്, ആ പടം എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, കറക്റ്റ് ആ 3 മിനിറ്റ് ട്രെയിലർ കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് ആ സിനിമ മൊത്തം ആ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. അതിനകത്തുള്ള ക്ലൈമാക്സിൽ വരാൻ പോകുന്ന ഒരു വലിയൊരു ട്വിസ്റ്റ് അതുപോലും ആ ട്രെയിലറിനകത്ത് അവർ കാണിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു തമാശ. സോ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി ആ പടം കാണുന്നത്, ഇനിയിപ്പോ ആ പടം OTT മറ്റോ വരുന്ന സമയത്ത് കാണാമെന്നല്ലാതെ തിയേറ്ററിൽ പോയിട്ട് ഇനി ആ പടം കാണണമെന്നൊരു ആകാംക്ഷ നശിച്ചു. കാരണം ആ 3 മിനിറ്റിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് RCMന്റെ പ്ലാനും പ്രൊഡക്റ്റും പ്രൊഫൈലും എന്തൊക്കെയുണ്ടോ ഇത് മുഴുവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സമയത്ത് നമ്മൾ തുടക്കം തന്നെ നമ്മൾ പറയാൻ വേണ്ടി പാടില്ല. എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്? പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ. നമുക്ക് എങ്ങനെ ഒരു വ്യക്തിനെ ആദ്യമായിട്ട് ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും എങ്ങനെ നമുക്ക് RCMലേക്ക് ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതിന് വളരെ സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. വെരി വെരി സിമ്പിൾ ടെക്നിക്ക്, FOAI ടെക്നിക്ക് എന്നാണ് അതിന്റെ പേര്. FOA മീൻസ് ഫാമിലി, ഒക്യുപ്പേഷൻ, അഗ്രി ആൻഡ് ഇൻവൈറ്റ്.
ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ട എന്താണ്? നമ്മൾ ഒരു വ്യക്തിയെ ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് എന്ത് പറയണം? നമ്മൾ ആദ്യം അവരുടെ ഫാമിലിയെ പറ്റി സംസാരിക്കണം. എന്തൊക്കെയുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമില്ല, അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ പെങ്ങൾ എങ്ങനെയുണ്ട്, നമ്മുടെ വീട്ടുകാരെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഒക്യുപ്പേഷനിലേക്ക് വരാം, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. കാരണം നമ്മൾ ഫാമിലിയെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരൊരു കംഫർട്ട് സോണിൽ പോകും. നമ്മൾ തമ്മിൽ ഒരു ബന്ധം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കാരണം വീട്ടുകാർക്ക് പറ്റി സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു റിലാക്സേഷൻ മോഡിലേക്ക് പോകുന്നതാണത്. സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മുടെ മേലെ എന്താ പറയുക, ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അദ്ദേഹത്തിന് ഒക്യുപ്പേഷനെ പറ്റി ചോദിക്കണം. എങ്ങനെ ജോലിക്ക് എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. 99%, 99% ആൾക്കാരും പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണപ്പാ, വിചാരിച്ച പോലെ ഒന്നും അല്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ജോലിയൊക്കെ വളരെ മോശമായിട്ടാണ് പോകുന്നത് 99% ആൾക്കാരും പറയാൻ വേണ്ടി പോകുന്നത്. ബട്ട് 1% അല്ലെങ്കിൽ 2% ആൾക്കാരോ പിന്നെ എന്താ അടിപൊളിയല്ലേ, സൂപ്പർ ആയിട്ട് പോകുന്നു, നല്ല ഗംഭീരമായിട്ട് പോകുന്നു, അങ്ങനെ രണ്ട് തരത്തിൽ പറയുന്ന ആൾക്കാരും കാണാം. ഇപ്പം എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് എഗ്രി ചെയ്യണം. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ സമയത്ത് അവർ നിങ്ങൾ ജോലി നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പണിക്ക് നിങ്ങൾ എന്തായി പറയും, നിങ്ങൾ ആ ജോലി ഒന്നല്ല, ബെസ്റ്റ് ബിസിനസ് ആണ്, ബെസ്റ്റ് പരിപാടി, നിങ്ങൾ ഇതിലേക്ക് വാ എന്നൊരിക്കലും പറയാൻ പാടില്ല. നമ്മൾ എന്ത് പറയണം? അടിപൊളിയാണെന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നമ്മൾ പറയണം, ഓ ആണോ സാർ, അടിച്ച് പൊളിച്ചോട്ട് വന്നത്. കാരണം പൊതുവേ ഇത് ആൾക്കാർ പറയുന്നത് കേൾക്കാറില്ല. നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ആട്ടോ. കാരണം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് പ്രശ്നത്തിൽ പോകുന്ന സമയത്തും നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഇത്രയും കോൺഫിഡന്റ് ആണ്, കാരണം നിങ്ങളുടെ ക്വാളിറ്റിയാണ്. നിങ്ങളുടെ ക്വാളിറ്റി കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് എലിവേറ്റ് ചെയ്യുക, അദ്ദേഹത്തെ ഒന്ന് എന്താ പറയുക, അത് ഒരു പുകഴ്ത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് എഗ്രി ചെയ്തതിനു ശേഷം പറയാ, ഈ ജോലിയുടെ കൂടെ തന്നെ നിങ്ങളുടെ ജോലി ഡിസ്റ്റർബ് ചെയ്യാതെ ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന ഇൻകത്തിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. കാരണം ഞാനൊക്കെ ചെയ്യുന്ന പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനത്തിലേക്കൊക്കെ നിങ്ങൾ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആൾക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ആൾക്കാരെയാണ് നമുക്കൊക്കെ വേണ്ടത് എന്നുള്ള പോലെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ RCMലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. സോ ഫാമിലിയെ പറ്റി പറഞ്ഞു, നമ്മൾ ഒക്യുപ്പേഷനിലേക്ക് പോയി, അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എഗ്രി ചെയ്തു. ഇനി ചില ആൾക്കാർ പറഞ്ഞു, അയ്യോ ഭയങ്കര പ്രശ്നമാണ്, ഈ പറഞ്ഞ ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്കോ ഞാൻ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? കറക്റ്റ് ആണെന്നല്ല പറയണ ഇതൊന്നും സാരമില്ല, അതൊക്കെ സാധാരണഗതിയിൽ എല്ലായിടത്തുള്ള കാര്യമാണ്, അതൊന്നും ഒരു പുതിയ കാര്യമല്ല, അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ബട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ഇൻകം വരാൻ പോകുന്ന ഒരു 4 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നോ നിങ്ങൾ വരുന്നോ എന്നല്ല, അതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അറിയുന്നതിന് എന്ത് തെറ്റാണുള്ളത്? കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അത് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പറയും, അങ്ങനെ പരിപാടി ഉണ്ടോ, എന്നാ പിന്നെ എന്താ നമുക്ക് എന്നാ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നാ പറ്റി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊന്ന് കാണാം, എപ്പോഴാണ് കാണാൻ പറ്റുക എന്നുള്ള ആ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയാം. ആൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലോ ഓഫ് ആവറേജ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ എല്ലാ ആൾക്കാരും എഗ്രി ചെയ്തു നിങ്ങളുടെ കൂടെ വരും എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ 100 പേരെടുത്ത് കാണുന്ന സമയത്ത് ഇത് നിങ്ങൾ പയറ്റുന്ന സമയത്താണ് അതിൽ 20 പേരെ നിങ്ങൾക്ക് കിട്ടുക. ഞാനിപ്പോ പറഞ്ഞത് ഒരു പാറ്റേൺ മാത്രമാണ്. ഇതൊക്കെ കോമൺ സെൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ പുറകില്, അത് നിങ്ങൾ ചിന്തിക്കണം. ഒറ്റ സെക്കൻഡ്, ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിന്റെ പുറകിലൊക്കെ ഒരു കോമൺ സെൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലായിടത്തും പോയിട്ട് ഒരേപോലെ വർക്കൗട്ട് ആവില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് പോയിട്ട് ആ വ്യക്തിയുടെ അടുത്ത് എന്ത് പറയാൻ പാടില്ല? ഇതുവരെ നിങ്ങൾ വീട്ടിൽ അച്ഛനെയും അമ്മേനെയോ കൂട്ടുകാരെയോ പറ്റിയും ചോദിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് അച്ഛനും അമ്മക്ക് എന്തൊക്കെയുണ്ട്, സുഖത്തിനല്ലേ, പെങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലി എന്തായി എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത്രയും ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഇതുവരെ അച്ഛനും അമ്മേനെയും പറ്റി ചോദിച്ചില്ല, ഇതെന്താ പെട്ടെന്ന് അച്ഛനും അമ്മേനെയും പറ്റി ചോദിക്കുന്നത് എന്ന് അവർ ചിന്തിക്കും. സോ ഇതൊക്കെ കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണം. വെറുതെ കയറി ഇത് പറയാന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അധികം ഇടപഴകാത്തൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ പോകണം. അല്ലാത്ത ഗതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആസ് പെർ യുവർ കോമൺ സെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, യെസ്. സോ നിങ്ങൾ ആ ലോ ഓഫ് ആവറേജ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരുപാട് പേരെടുത്ത് പറയുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രാക്ടീസ് നടക്കുക. കൂടുതൽ ആദ്യം നിങ്ങൾ 100 പേരോട് പറഞ്ഞ 20 പേരാണെങ്കിൽ പിന്നീട് നിങ്ങൾ 50 പേരെടുത്ത് പറയുന്ന സമയത്ത് അതിൽ 20 പേര് വരും. പിന്നീട് നിങ്ങൾ 50-ൽ 40 ആവും, അങ്ങനെ കൂടി വരും. സോ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ലോ ഓഫ് ആവറേജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അടുത്തത്,
ഇതിന്റെ ഒരു ഓൺ ഫോൺ കോൺവെർസേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാം? ഒരാൾ ഫോൺ ചെയ്ത് നമ്മൾ RCMനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ടോക്കിംഗ് ടൈം, എത്ര നേരം നമ്മൾ സംസാരിക്കണം? ഫോണിലൂടെ ചില ആൾക്കാരൊക്കെ അരമണിക്കൂറൊക്കെ ഇരുന്ന് RCMനെ പറ്റി സംസാരിക്കുന്ന കേൾക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫോൺ കോൺവെർസേഷനിൽ നമ്മൾ എത്രമാത്രം മിനിമം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതിൽ പ്രത്യേകിച്ച് ഒരു ടൈം ഞാൻ പറയുന്നില്ല. ശരിക്കും പറയുന്നത് 45 സെക്കൻഡിനകത്ത് നമ്മൾ ഒരാളെ പ്രോസ്പെക്ടിങ് ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യണം എന്നാണ് കണക്ക്. ബട്ട് തുടക്കത്തിലൊന്നും നമുക്ക് ആ 45 സെക്കൻഡിനകത്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അത് പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ആ 45 സെക്കൻഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. ആസ് പെർ ദ പ്രോസ്പെക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് കുറയ്ക്കാം. എത്രമാത്രം കുറയ്ക്കാൻ പറ്റും? മാക്സിമം ഒരു 2 മിനിറ്റ്, 2 മിനിറ്റ്സിന്റെ മേലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പ്രോസ്പെക്ടിങ് ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. 2 മിനിറ്റ്. ആ 2 മിനിറ്റ് എന്താ സംസാരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഫാമിലിനെ പറ്റി സംസാരിക്കാം, ഒക്യുപേഷനെ പറ്റി സംസാരിക്കാം, ആ കാര്യം നമുക്ക് എഗ്രി ചെയ്ത് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രോസ്പെക്ടിങ്ങിനകത്ത് വരേണ്ട കാര്യങ്ങൾ. അതിന് നിങ്ങൾക്ക് മാക്സിമം 45 സെക്കൻഡിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ആർ ബ്രില്യൻറ്റ്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാലം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ എക്യുപ്ഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എത്ര നേരം സംസാരിക്കണം എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു മൈൻഡ് സെറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലൊരു മാരേജ് നടക്കുകയാണ്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വെച്ചോളൂ. ആ ഫംഗ്ഷന് നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര സമയം എടുക്കും? നിങ്ങളൊരു ഫാമിലി മെമ്പർ എടുത്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ കത്ത് കൊടുത്ത് വരികയല്ല ചെയ്യുക. എന്ത് ചെയ്യും? നമുക്ക് വളരെ അടുത്തൊരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അങ്ങനെ ചെക്കൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇപ്പം അടുത്ത മാസം ലീവിന് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും. കുറച്ചും കൂടി അകലമുള്ള ഒരു റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് കുറച്ചും കൂടി അകൽച്ചയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കാർഡ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽസ് നമ്മൾ പറയില്ല. കുറച്ചും കൂടി ഡീറ്റെയിൽസ്, ചെറിയ ഡീറ്റെയിൽസും കൂടി പറഞ്ഞു കൊടുക്കും. യെസ്, ചെക്കൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, അങ്ങനെ ഒരു ചെറിയ ഡീറ്റെയിലും കൊടുക്കും. നമുക്ക് വലിയ ബന്ധമില്ല, എപ്പോഴും ഒരു കണ്ട് മാത്രം ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, അവർക്കാണ് നമ്മൾ കത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ഷണിക്കുക മാത്രമേ ചെയ്യൂ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. ഇതേ സെയിം മാനർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ RCMനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും ബന്ധമുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അല്പം കൂടി ഡീറ്റെയിൽസ് പറയണം. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് പറയണം എന്നുള്ളത്. സോ ആ നിങ്ങളുടെ ബന്ധം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രോസ്പെക്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ടൈം നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഷെഡ്യൂൾ ചെയ്യാം. 1 മിനിറ്റ് സംസാരിക്കണോ, 1/2 മിനിറ്റ് സംസാരിക്കണോ, 2 മിനിറ്റ് സംസാരിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്ത കാര്യം എന്താണ്? ഒബ്ജക്ഷൻ. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്ഷൻസ് വരും. ഒബ്ജക്ഷൻസ് പറഞ്ഞാൽ എന്താണ്? അത് പോലെ എനിക്ക് നിങ്ങൾ ഒരാളടുത്ത് ഈ ഒരു സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ പേരിൽ പലരും പേടിക്കുന്നത്, പലരും പ്രോസ്പെക്ടിങ് ചെയ്യാത്തത്, ആളുകളെ ഇൻവൈറ്റ് ചെയ്യാത്തത്, ആളുകളുടെ അടുത്ത് പോയി RCM സംസാരിക്കാത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഒബ്ജക്ഷൻ, അയ്യോ അവർ വേണ്ടാന്ന് പറഞ്ഞാലോ എന്നൊരൊറ്റ കാരണം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ കാർ എടുത്ത് അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒബ്ജക്ഷൻസ് നിങ്ങൾക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹമ്പ് വരാം, അല്ലെങ്കിൽ ഒരു വലിയൊരു കുഴി വരാം, അല്ലെങ്കിൽ റോഡ് മോശമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബാരിക്കേഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കർ ഉണ്ടാവും. ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാറ്? വണ്ടി എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി നടന്നു പോവാണോ ചെയ്യുക? കാർ അവിടെ ഒരു ഹമ്പ് വന്നിട്ടുണ്ടാവും, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്കത് കാർ ഓഫ് ചെയ്ത് ഇനി നടന്നു പോവാം. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്പീഡ് ഒന്ന് കുറയ്ക്കും, നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആവും, നിങ്ങൾ ഒന്നും കൂടി കാര്യങ്ങൾ ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് വളരെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒബ്ജക്ഷനെ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ടേക്ക് പോകും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒരാൾ ഒബ്ജക്ഷൻ വരുന്ന സമയത്ത്, ഒരാൾ ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ട എന്നുള്ള പോലെ അദ്ദേഹം പെരുമാറുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ വ്യക്തിയുടെ അടുത്ത് നിർത്തല്ല വേണ്ടത്, നമ്മൾ അല്പം കൂടി കെയർഫുൾ ആയിട്ട് ആ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാണ് വേണ്ടത്. വേണ്ടി നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻസ്. ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് തിരിച്ചങ്ങോട്ടേക്ക് അതിന് മറുപടി എക്സ്പ്ലനേഷൻ കൊടുക്കാതെ തിരിച്ചങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇത് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണോ, ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പോലെ ചോദിക്കാറുണ്ട്. ഇത്തരം ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് നമുക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാം, സാറിന്റെ സാർ അങ്ങനെ ചോദിച്ചു, സാറിന് വേറെ ഏതെങ്കിലും ഇതുപോലത്തെ ആൾക്കാരെ ജോയിൻ ചെയ്യുന്ന കമ്പനിയായിട്ട് ബന്ധമുണ്ടോ?
തിരിച്ച് അങ്ങോട്ടേക്ക് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന്റെ റോളായി ഇനി അയാൾക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറയാം. ഒന്നുകിൽ അദ്ദേഹം എന്ത് പറയും, യെസ് എനിക്ക് ഞാൻ മുമ്പ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കുറെ പൈസ പോയി എന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും, പൈസ പോയോ, അപ്പൊ പിന്നെ സാറ് ചെയ്തതല്ല, ഇതിൽ പൈസയൊന്നും ആവശ്യമില്ല സാറേ, പൈസ ഒന്നും ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നത്, അപ്പൊ സാറ് പറഞ്ഞ കാര്യം തെറ്റി. ഇനി ചില ആൾക്കാർ പറയാം, ഇല്ല എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സാർ അപ്പൊ സാറിന് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ഇതിനെപ്പറ്റി അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരും. തിരിച്ചങ്ങോട്ടേക്കുള്ള അങ്ങോട്ടേക്ക് ഒബ്ജക്ഷൻ എന്ന് പറയുന്നതിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇത് MLM ആണോ എന്ന് ചോദിക്കുന്ന സമയം നിങ്ങൾക്ക് സാറിന് അപ്പൊ MLM-നെ പറ്റി അറിയോ, അടിപൊളിയാണല്ലോ, അപ്പൊ ഇതിനെപ്പറ്റി അറിയുന്ന ആളാണല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി, പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലായി അന്ന് ബോൾ, ആ ബോൾ വെച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് വേണം കളിക്കാൻ. എന്താണ് അദ്ദേഹത്തിന് അറിയുന്ന കാര്യം നമ്മളോട് പറയണം. സോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ആ വ്യക്തിയോട് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ കാര്യമല്ല ഇതൊരു പുതിയ കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തെ ആ ഒരു ഒബ്ജക്ഷൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതും കഴിഞ്ഞ് പോകാൻ പാടില്ല, മീറ്റിംഗ് ഫിക്സ് ഇതിനെപ്പറ്റി പറയാന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടില്ല. സോ അതിന് സമയത്ത് ചോയ്സ് ഓഫ് ടൈം എപ്പോഴും ചെയ്യണം, നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കുക എപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞായറാഴ്ച രാവിലെ ഒരു 9 മണിക്ക് കണ്ടാലോ, അല്ലെങ്കിൽ വൈകുന്നേരം ആണോ, വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണോ എന്നുള്ള പോലെ 2 ചോയ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. സോ ഒന്നുകിൽ അദ്ദേഹം എന്ത് പറയും, യെസ് എന്നാ പിന്നെ രാവിലെ വന്നു എന്ന് പറയും, അല്ലെങ്കിൽ പറയും അയ്യോ രാവിലെ ഞാൻ കുറച്ച് ബിസിയാണ് എന്നാ പിന്നെ വൈകിട്ട് വന്നു. ഈ 2 ചോയ്സ്, കാരണം അദ്ദേഹത്തിന്റെ അതും നമ്മൾ ആ ചോയ്സും അദ്ദേഹത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴാ എപ്പോ വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അറിയിക്കാം, അല്ലെങ്കിൽ ഞാൻ ബിസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ബട്ട് നമ്മൾ 2 ചോയ്സ് കൊടുത്താൽ ഈ 2 സമയത്തും ഞാൻ ബിസിയാണ് എന്ന് പറയുന്നത് വളരെ 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 റെയർ കേസാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 2 ചോയ്സ് കൊടുക്കണം. ഇൻ കേസ് ഇനിയിപ്പോ കഷ്ടകാലത്തിന് അയ്യോ ഞായറാഴ്ച സ്ഥലത്തേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമുക്ക് ചൊവ്വാഴ്ച കാണാം, പിന്നെ തിങ്കളാഴ്ച പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചൊവ്വാഴ്ച കാണാം. ചൊവ്വാഴ്ച രാവിലെ നമുക്കൊരു 10 മണിക്ക് കണ്ടാലോ, അല്ലെ ചൊവ്വാഴ്ച വൈകുന്നേരം കണ്ടാലോ എന്ന് നമുക്ക് അദ്ദേഹത്തോട് പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും വീണ്ടും അദ്ദേഹത്തിനാണ് ചോയ്സ് ചെയ്യേണ്ടത്, യെസ് ചൊവ്വാഴ്ച. ഇങ്ങനെ പറയുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ രാവിലെ ഉള്ള ഈ 8 മണിക്കും വൈകുന്നേരമുള്ള 5 മണിക്കും മാത്രമാണ് ഞാനും ഫ്രീ, ഞാനും വെറുതെ നടക്കല്ല. നിങ്ങൾ എപ്പോ വേണം പറഞ്ഞു ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, എങ്ങനെയെങ്കിലും അയാളെ ചാക്കിലാക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം എന്നുള്ള പോലെ. മറ്റേത് അങ്ങനെയല്ല, മറ്റവർക്ക് ശരിക്കും മനസ്സിലാവും ഇത് അങ്ങനെയല്ല, അദ്ദേഹം ശരിക്കും ബിസി ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരൊറ്റ സെക്കൻഡ്, 1 സെക്കൻഡ്. യെസ്, അപ്പോ അതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലാവും, നമ്മളും ബിസിയാണ്, നമ്മളും വെറുതെ അദ്ദേഹത്തിനെ വെറുതെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പുറകെ നടക്കുകയല്ല, നമുക്കും നമ്മുടേതായിട്ടുള്ള പണി ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചോയ്സ് കൊടുക്കണം, പക്ഷെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യേണ്ടത് അദ്ദേഹമാണ് നമുക്ക് ടൈം അപ്പോയിന്റ്മെന്റ് തന്നെന്നുള്ള പോലെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഫോൺ കോളിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഒബ്ജക്ഷൻ വന്ന ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുക, നിങ്ങളായിട്ട് ഒബ്ജക്ഷൻ ഉണ്ടാക്കിയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് നോർമലി ഒബ്ജക്ഷൻസ് വരും. സോ അത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ കോള് ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അടുത്ത ഇൻവിറ്റേഷൻ എന്താ വരുന്നത്, മീറ്റിംഗ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രസ്ഥാനത്തിനകത്ത് നമുക്ക് വലിയ പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ മീറ്റിങ്ങുകളുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നില്ല ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഇത്രയും അധികം വലിയ മീറ്റിങ്ങുകൾ നടക്കുന്ന മറ്റൊരു സംസ്ഥാനം നമുക്ക് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലാണ് ഇപ്പോഴും 1000 കുറയാത്ത ഫിസിക്കൽ മീറ്റിങ്ങുകൾ നടക്കുന്ന ഒരേ ഒരു സ്ഥലം. എല്ലാ സ്ഥലത്തും നടക്കാറുണ്ടെങ്കിൽ ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് വേറെ എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല. സോ എങ്ങനെ നമുക്ക് ഒരാളെ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അടുത്ത് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മീറ്റിങ്ങിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീറ്റിങ്ങിലേക്കും നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം, ഇതിപ്പോ ഞാൻ രഞ്ജിത്ത് റൂബിയാണ് വരുന്നത്, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് എന്നെ മുമ്പത്തെ പ്രോഗ്രാം ഒക്കെ കേട്ട് നിങ്ങൾ ചിലപ്പം ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവാം. അപ്പൊ കുറച്ച് പേര് എന്ത് ചെയ്യും, ആ പ്രോഗ്രാം രഞ്ജിത്ത് സാറിന്റെ പ്രോഗ്രാം ആണെങ്കിൽ കൊണ്ടുപോവാം എന്ന് വിചാരിക്കും. ബട്ട് ഇതിനകത്ത് ഇന്നത്തെ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ട് ഓഫ് പ്രോസ്പെക്ടിങ് ആണ് ഇന്നത്തെ സബ്ജക്റ്റ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇത് 100% ഇതിനകത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന ലാംഗ്വേജിലുള്ള പരിപാടിയാണ്.
പുതുതായിട്ടൊരു വ്യക്തി ആദ്യമായിട്ട് നിങ്ങൾ രഞ്ജിത്ത് സാറിന്റെ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങളാ, പ്രോസ്പെക്ടിങ്ങോ എഡിഫിക്കേഷനോ എന്തൊക്കെയാ അവർ പറയുന്നത്. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ് അവർക്ക് വരും. സോ അതുകൊണ്ടാണ് തുടക്കക്കാർ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇൻവൈറ്റ് ഓൺലി ഫോർ ദ ജനറൽ മീറ്റിംഗ്. RCMന്റെ പ്ലാനും പ്രൊഡക്റ്റും പ്രൊഫൈലും ഉള്ള മീറ്റിംഗിലേക്കാവണം ആദ്യം തന്നെ നിങ്ങൾ അവരെ കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും വരുന്നത് മൂർത്തി സാറാണെന്നോ അല്ലെങ്കിൽ വരുന്നത് ഹേമന്ത് സാറാണെന്നോ അല്ലെങ്കിൽ ഗിരീഷ് സാറാണെന്നോ ആരാണ് വരുന്നത് എന്നുള്ള വലിപ്പമല്ല. ഈവൻ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാർ ആയിക്കോട്ടെ, അങ്ങനെ അപ്പോൾ അതിന്റെ വലിപ്പം അല്ല കാര്യം. അവർ കൊടുക്കുന്ന സബ്ജക്റ്റ് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. ഈ പ്രസ്ഥാനത്തിനകത്ത് വന്നതിന് ശേഷം അവർക്ക് ഈ ലാംഗ്വേജുമായിട്ട് അവർക്ക് ബന്ധം വന്നതിന് ശേഷം അവർക്ക് ഇതെല്ലാം നല്ലതാണ്, അവർക്ക് ഇതൊക്കെ മോട്ടിവേഷൻ ആയിരിക്കും. ബട്ട് ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കടിച്ചാൽ പൊട്ടാത്ത ഒരു ട്രെയിനിങ്, ഒരു BBS പ്രോഗ്രാമിനൊക്കെ നമ്മൾ ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താവും, അവർക്ക് അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. നിങ്ങൾ കൊണ്ടുപോയത് ഏറ്റവും നല്ല ഒരു ട്രെയിനറുടെ, RCMലെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളുടെ പ്രോഗ്രാമിലാണ്. നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണ്, ബട്ട് കിട്ടിയ സാധനം എന്താ, അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യം കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ തുടക്കത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള RCMന്റെ ജനറൽ മീറ്റിംഗിൽ വേണം നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മീറ്റിംഗിലേക്ക് നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് മീറ്റിംഗിൽ ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം ആ വ്യക്തിയെ വിളിക്കാൻ. ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം. മൂർത്തി സാറിനെയോ സുജിത് സാറിനെയോ ഗോകുമാർ സാറിന്റെയോ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണം എന്റെ പ്രോസ്പെക്റ്റിനെ ഞാൻ ആ പ്രോഗ്രാമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ ആ വ്യക്തിയെ വിളിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആദ്യം തോന്നണം യെസ് ആ പ്രോഗ്രാം ഇൻട്രസ്റ്റിംഗ് ആണ്, ആ പ്രോഗ്രാമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗുണമുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നിയാലേ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, ആ വ്യക്തിയുടെ അടുത്ത് എഡിഫൈ ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു ലീഡർ വരുന്ന സമയത്ത് നമ്മൾ ആ ലീഡർ ആ പ്രോഗ്രാമിൽ വ്യക്തിയെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഡിഫൈ ചെയ്ത് നിങ്ങൾ സംസാരിക്കണം. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും അധികം എന്റർടൈനിങ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ലീഡർ നമുക്ക് കിട്ടില്ല. സോ ആ പ്രോഗ്രാമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ പറയണം. ഇതിപ്പം എങ്ങനെയാണ് നമുക്ക്, ഇപ്പൊ ഞാനെന്താ പറയുന്നത്, നമുക്ക് ഇതിൽ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണിക്കണം. ആ മീറ്റിംഗിന് ഇമ്പോർട്ടൻസ് കാണിക്കണമെങ്കിൽ നമുക്ക് ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമുക്കത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കണം. എങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി സാധിക്കും, അതിന് ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്, വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ട് സമ്മൺ എന്നാണ് അതിന് പറയുക. ഫാക്ട് സമ്മൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യം. 2 സത്യങ്ങൾ പറയുക, അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ചിലർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള പോലെ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 2 ഫാക്ട് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഒരാളുടെ ഇൻകം കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. ഫാക്ട് അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യം, എല്ലാവരും സമ്മതിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകം കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. വീട്ടിലകത്ത് ഉള്ള സ്ത്രീകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ കഥ, ഒന്നും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല. പക്ഷെ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മുമ്പ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യാതെ അവർക്ക് ഇനി പുതുതായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് അവർ വീട്ടിലെ ലേഡീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. 2ാമത്തെ ഫാക്ട്, അതും എല്ലാ ആൾക്കാരും ഓക്കെ പറയും. പക്ഷെ ചിലർ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ, പക്ഷെ നമ്മൾ RCM എന്ന പ്രസ്ഥാനത്തെ, നമ്മളെ പ്രസ്ഥാനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ലേഡീസ് വരെ വീട്ടിലിരുന്നുകൊണ്ട് വലിയ സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട്, ഭർത്താവിനേക്കാളും കൂടുതൽ സമ്പാദിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാം. പക്ഷെ ചിലർ, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഒരു ഭർത്താവിന്റെ മാത്രം വരുമാനം കൊണ്ട് വീട് നടത്താൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു, അത് ഫാക്റ്റാണ്. 2ാമത്തത്, വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് എന്ത് പറ്റുന്നില്ല, അവരുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ അതിന് ഒരു തടസ്സമാകുന്നു. ബട്ട് RCM എന്ന പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അകത്ത് പ്രത്യേകിച്ച് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ തോതിലുള്ള ഇതോ ഇല്ലാതെ, എഡ്യൂക്കേഷനോ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഭർത്താവിനേക്കാളും കൂടുതൽ വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചോദിക്കും, അതെങ്ങനെയാ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി, അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ആയി, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാ സംഭവം എന്നുള്ള കാര്യം അവർ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നാൽ മതി. ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാമിലേക്ക് വാ.
അതിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് ആ ലേഡീസിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ, പതിനായിരങ്ങൾ വാങ്ങുന്ന ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർ പറഞ്ഞു തരും എങ്ങനെ അവർ ചെയ്യുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം മിസ്സാക്കണം കേട്ടോ. അങ്ങനെ അറിയണമെന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ക്യൂരിയോസിറ്റി നമ്മൾ എന്താ പറയുക ഉണ്ടാക്കി. അതേപോലെ നമ്മൾ പറയുന്നു, ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. എല്ലാ ആൾക്കാരും എഗ്രി, യെസ്, കറക്റ്റ് ആണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉപയോഗിക്കാം. നമ്മളുടെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട സമയത്ത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ ഫേസ്ബുക്കും അതേപോലെ തന്നെ വാട്സപ്പ് ഒക്കെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക. ആ നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമാണ് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. അതും എന്ത് ചെയ്യും, ആളുകൾ എഗ്രി ചെയ്യും, യെസ് അതും കറക്റ്റ് ആണ്. പക്ഷെ ചില ആൾക്കാർ നമ്മൾ RCMനകത്തൊക്കെ പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഈ വെറും സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടോ. കാരണം കൃത്യമായിട്ട് അത് നമ്മുടെ പ്രസ്ഥാനത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആൾക്കാർ എന്തിക്കും, അതെങ്ങനെയാ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? സോഷ്യൽ മീഡിയ വാട്സപ്പ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആൾക്കാർ ചോദിക്കും, ക്യൂരിയോസിറ്റി ആയി. അപ്പം അത് അറിയില്ല, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതുന്നുണ്ട്, ആ പ്രോഗ്രാമിലേക്ക് പോവാം. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകളുടെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അതിന്റെ 2 ഫാക്ട് പറയണം. ആൾക്കാർക്ക് ഒരിക്കലും യെസ് അത് അങ്ങനെയല്ല എന്ന് പറയുന്ന തരത്തിലുള്ള 2 ഫാക്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആൾക്കാരും ജോബിൽ സാറ്റിസ്ഫൈഡ് അല്ല, ആൾക്കാർക്ക് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അവരുടെ ചെലവുകൾ നടത്താൻ വേണ്ടി പറ്റുന്നില്ല. ബട്ട് നമ്മൾ RCMനകത്ത് സെയിം ജോബിന്റെ കൂടെ തന്നെ അതിനേക്കാളും വരുമാനം അവർ എന്ത് ചെയ്യുന്നു, അവരുടെ ജോബിന് തടസ്സപ്പെടുത്താതെ അവർ ചെയ്തുകൊണ്ട് ഒരു നല്ല ഇൻകം ഉള്ളതുകൊണ്ട് ഇപ്പൊ പല ആൾക്കാർക്കും പ്രശ്നമില്ല. എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ജോലിയും മുമ്പോട്ട് പോകുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ RCMൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അതെങ്ങനെ? ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായി, ആൾക്കാർ മീറ്റിങ്ങുകളിലേക്ക് വരും. യെസ്, എന്നാ പിന്നെ അത് ഇന്ന കാര്യം അറിയണം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിംഗ് ഇൻവിറ്റേഷൻ വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല, നമ്മളൊരു അർജൻസിയും കൂടി അതിൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്യണം. എന്ത് അർജൻസി? ആകപ്പാടെ 10 ടിക്കറ്റുകളെ എൻ്റെ അടുത്തുള്ളൂ. ഈ 10 ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ സീറ്റ് ഇതാവും, എൻ്റെ കയ്യിൽ ഓൾറെഡി ആൾക്കാരുണ്ട്, ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ച. കാരണം നീ ഇതിനെ പറ്റി അറിയണം, നീ ഇത് അറിയാൻ നിനക്ക് വേണ്ടിയിട്ട് കാരണം നിന്നെ അറിയിക്കുക എന്നുള്ള എൻ്റെ ഒരു ആവശ്യം. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് പറയാണ്, നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചാന്നുള്ള പോലെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. ഈ ഇതിപ്പോ തീർന്നു പോകും. അല്ലെങ്കിൽ വരുന്ന ട്രെയിനർ, വരുന്ന ലീഡർ എപ്പോഴും എല്ലാവരുടെ അടുത്തും വരുന്ന ആളല്ല, എത്രയോ കാലത്തിന് ശേഷമാണ് വരുന്നത്. ഇനിയിപ്പോ ഇയാളുടെ പ്രോഗ്രാം കിട്ടണമെങ്കിൽ നിങ്ങൾ ഡൽഹി പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ പോകേണ്ടി വരും, അല്ലെങ്കിൽ ചെന്നൈ പോകേണ്ടി വരും അയാളുടെ ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയാൻ പറ്റില്ല, എനിക്ക് കിട്ടില്ല, ഈ പ്രോഗ്രാം എന്തായാലും നീ വേണം. ആ ഒരു അർജൻസി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ മീറ്റിങ്ങിനകത്തേക്ക് വരും. സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും അതേപോലെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആൻഡ് മറ്റൊരു കാര്യം കൂടി, എപ്പം മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നത് 2 ദിവസം മുമ്പ് മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, 2 days ബിഫോർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനേക്കാളും മുമ്പ്, എന്ന് വെച്ചാൽ 3-4 ദിവസം മുമ്പ് നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ഇന്ന ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ വ്യക്തി മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് പല എൻഗേജ്മെന്റും വരും, വീട്ടിലെ പ്രോബ്ലംസ് വരും, പലതും വരും. ആ വ്യക്തി അത് മറന്നുപോകും. 2 ദിവസം ശേഷം, ഒരു ദിവസം മുമ്പാണ് നമ്മൾ മീറ്റിംഗ് ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും നെക്സ്റ്റ് ഡേക്ക് പ്ലാൻ ഉണ്ടാവും. നാളത്തേക്ക് ഇന്നൊരു കാര്യം ചെയ്യണം എന്നുള്ള പ്ലാൻ ഓൾറെഡി അധികം ആൾക്കാർക്കും കാര്യം ഉണ്ടാവും. സോ അതുകൊണ്ട് എന്താ, അയ്യോ എനിക്ക് നാളെ വരാൻ പറ്റില്ല, എനിക്ക് നാളെ എന്തൊരു പ്രശ്നമുണ്ട് എന്നുള്ള പോലെ പറയും. ബട്ട് 2 ദിവസം മുമ്പ് എന്നുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, നമ്മൾ 2 ദിവസം ശേഷമുള്ള പ്ലാനിങ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് ഓക്കെ സമ്മതിക്കാൻ പറ്റുകയും ചെയ്യും. സോ ആ 2 ദിവസം മറക്കൂല. ഈ 2 ദിവസം ഗ്യാപ്പ് ആയതുകൊണ്ട് ഒരിക്കലും അവരുടെ മൈൻഡിൽ നിന്ന് പോവില്ല, യെസ് മറ്റന്നാളെയാണ് പ്രോഗ്രാം വരുന്നത്. സോ എപ്പോഴും നമ്മൾ മീറ്റിംഗ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് 2 days ബിഫോർ നമ്മളൊരു മീറ്റിംഗ് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ മൈൻഡിൽ നിന്ന് പോവില്ല, കൃത്യമായിട്ട് അവർ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്നാണ് ഇതിന്റെ ഒരു ശാസ്ത്രം പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി ഇപ്പം ഞാൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ഹോം മീറ്റിംഗ്. നമുക്ക് ഹോം മീറ്റിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോം മീറ്റിംഗിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പവറാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹൈലൈറ്റ്. ഹോം മീറ്റിംഗ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലാൻ പറയാൻ വേണ്ടിയിട്ടല്ല. ഹോം മീറ്റിങ്ങിനകത്ത് നമ്മൾ പറയുന്ന 100% നമ്മൾ പ്രൊഡക്റ്റുകൾ, നമ്മുടെ കയ്യിലുള്ള റൈസ് ബ്രാൻ ഓയിൽ, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളുടെ ഗുണമേന്മയെ പറ്റി ആൾക്കാർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ വരണം.
നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുകളെക്കാളും എത്ര മാർക്കറ്റ് റേറ്റിൽ വ്യത്യാസമുണ്ട്, എത്രമാത്രം വില കുറഞ്ഞതാണെന്നുള്ള കാര്യം പറയാൻ ഇതിന്റെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാർക്കറ്റിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല, ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പവറാണത്. ഏറ്റവും നല്ല ക്വാളിറ്റി, ഇത്രയും അധികം ഗാമോറസിനോട് അടങ്ങിയിട്ടുള്ള 14,000 ppm ഗാമോറസിനോട് അടങ്ങിയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ എന്നുള്ള കാര്യം നമ്മൾക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനു വേണ്ടി നമുക്ക് ഹോം മീറ്റിംഗിൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്താ, നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇഷ്ടം പോലെ, നമ്മുടെ കയ്യിലുള്ള വീഡിയോസ്, വാട്സപ്പ് വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് ഇന്ന ഗുണം കിട്ടി. ടെസ്റ്റിമോണിയൽസ്, ഒരുപാട് ടെസ്റ്റിമോണിയൽസ് നമുക്കുണ്ട്. നമുക്ക് ഈ ടെസ്റ്റിമോണിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ, കാരണം എല്ലാ വീട്ടിലുള്ള ആൾക്കാരും എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ മരുന്നിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ വരുമെന്നുള്ള പോലെ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്താക്കാൻ, നമ്മൾ ആളുകളെ ഹോം മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ എൻഡ് റിസൾട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഹോം മീറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പ്രൊഡക്റ്റ് യൂസറെ കിട്ടണം. നമ്മൾ ജസ്റ്റ് ഹോം മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വെറുതെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. ആ വ്യക്തിയെ ഒരു പ്രൊഡക്റ്റ് യൂസറാക്കി മാറ്റാനുള്ള ഇന്റൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ വീട്ടിലകത്തുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിലെ ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആണെങ്കിൽ ആ ഡയബറ്റീസ് മാറാനുള്ളത് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ ഹോം മീറ്റിംഗ് കൊണ്ട് ഫലമുള്ളൂ. നമ്മൾ ബാക്കി എല്ലാം പറഞ്ഞു, പക്ഷേ ഡയബറ്റീസിന്റെ കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. സോ ഡയബറ്റീസ്, നമുക്ക് പ്രഷർ, അതേപോലെ തന്നെ മുട്ടുവേദന, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരണം. ഇത് വെറും ന്യൂട്രിചാർജ് റേഞ്ച് പ്രൊഡക്റ്റ് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള പല പ്രൊഡക്റ്റുകൾക്ക് ഇത്തരം ബെനിഫിറ്റുകളുണ്ട്. മുടി കൊഴിച്ചൽ, ഇതെല്ലാം നമുക്ക് പറയാം. മുഖത്തുണ്ടാവുന്ന പാടുകൾ, പിമ്പിൾസ്, ഇതെല്ലാം നമുക്ക് എല്ലാത്തിനുള്ള പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. ഈവൻ ക്യാൻസറിന് പോലുള്ള പരിഹാരം നമ്മുടെ അടുത്തുണ്ട്. സോ നമ്മൾ ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കണം. അദ്ദേഹത്തെ ഒരു പ്രൊഡക്റ്റ് യൂസറാക്കി മാറ്റണം എന്നുള്ള ഇന്റൻഷൻ നമുക്ക് വേണം. ആൻഡ് അദ്ദേഹത്തിന് ഒരു സെയിൽസ്, ഇത് 10 പേരെടുത്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് തോന്നണം, യെസ്, ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള എത്ര പേരുണ്ട്, എനിക്ക് പരിചയമുള്ള 100 പേരിന്റെ അടുത്തുണ്ട്, ഈ 100 പേർക്ക് ഈ പറഞ്ഞ പോലെ റൈസ് ബ്രാൻ ഓയിൽ കൊടുത്തൂടെ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവുന്ന തരത്തിലായിരിക്കണം നമ്മളെ ഹോം മീറ്റിംഗ്. അതുകൊണ്ട് എൻഡ് റിസൾട്ട് എപ്പോഴും നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹോം മീറ്റിംഗ് നടത്താൻ. ആൻഡ് മേക്ക് ഹിം എ കിങ്. നമ്മളൊരു വ്യക്തിയെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, പലർക്കും ഹോം മീറ്റിംഗ് വിളിക്കാൻ മടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരില്ല എന്ന് വിചാരിച്ചിട്ടാ. ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഇതിനു മുമ്പ് പല സ്ഥലത്തും ഞാൻ പറഞ്ഞ ടിപ്പാണ്, നമ്മൾ ആ വ്യക്തിയോട് എന്താ പറയേണ്ടത്, എൻ്റെ അടുത്ത് ഒരു പ്രസ്ഥാനമായിട്ട് ഒരു കുറച്ച് നല്ല അടിപൊളി പ്രൊഡക്റ്റുകളുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ പറയുന്ന എല്ലാ പ്രൊഡക്റ്റും സൂപ്പർ പ്രൊഡക്റ്റാണ്, ഒരുപാട് ഡയബറ്റീസിനും പ്രഷറിനും ഷുഗറിനും തൈറോയിഡിനും ഒക്കെ ഉള്ള, അതോ ഈ പറഞ്ഞ പോലെ മരുന്നൊന്നും കഴിക്കേണ്ട, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സും അതേപോലെ തന്നെ നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നാണ് പറയുന്നത്. സോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ല എന്നാ തോന്നുന്നത്. നീ ഒന്ന് വന്ന് ഇന്നിപ്പോ അവർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അത് നീ ഒന്ന് കേട്ടിട്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് നീ പറ എന്ന് അവരോട് പറഞ്ഞു നോക്ക്. ഓട്ടോമാറ്റിക്കലി അവർക്കൊരു കിങ് ആയിട്ട് ഫീൽ ചെയ്യും. യെസ്, ഞാൻ പറഞ്ഞാലാണ് ഇയാള് അവരെ കൂടെ വേണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ആക്ച്വലി നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് എന്തായാലും മുമ്പോട്ട് വന്ന് ഉറപ്പിച്ചു. പക്ഷേ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയുടെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ, നിന്റെ സജഷൻ ആണ് എനിക്ക് വാല്യൂ, നീ പറ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, എനിക്ക് എന്ത് തോന്നുന്നു, നിന്റെ ഒരു അഭിപ്രായം പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നിങ്ങൾക്കത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് 100% ആ പ്രോഗ്രാം അവർ അറ്റൻഡ് ചെയ്യുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിട്ടുപോയാലും അദ്ദേഹം ഈ പ്രസ്ഥാനവുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. കാരണം എന്താ, നിങ്ങളെക്കാളും കൂടുതൽ മനസ്സിലാക്കാനുള്ള കഴിവും മേ ബി നിങ്ങളെക്കാളും കൂടുതൽ അതിനെപ്പറ്റി ശ്രദ്ധിച്ച വ്യക്തിയും ആ വ്യക്തിയായിരിക്കാം. സോ അതുകൊണ്ട് നമ്മൾ മേ ബി എന്നെക്കാളും ഇൻട്രസ്റ്റ് ആയിട്ട് വേറൊരു വ്യക്തി RCM ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, ആ വ്യക്തിയോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്ന പോലെ ചെയ്താൽ മതി. അത് നോർമലി നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്പെക്ടിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ നമ്മളെക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള, നമ്മളെക്കാളും കുറച്ചും കൂടി ഏജ് ഒക്കെ ആയിട്ടുള്ള ആളെടുത്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതേ ടെക്നിക്ക് അവിടെയും പ്രയോഗിക്കാൻ സാധിക്കും. നിങ്ങളടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നല്ല കുറെ പ്രൊഡക്റ്റുകളായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. നീ ഒന്ന് കേട്ടിട്ട് പറഞ്ഞു തരൂ അത് സംഭവം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. കാരണം നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമാണെന്നുള്ള പോലെ, അത്തരം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇതായിട്ടില്ല, നമ്മളെക്കാളും ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഒരാളാണ്, ഒരു വലിയൊരു ഡെസ്റ്റിനേഷനിലുള്ള ആളാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്ത് ചെയ്യും, RCMനെ പറ്റി കേൾക്കാനും അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം 100% നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചെന്നൈയിൽ ഇപ്പോൾ വണ്ടർ വേൾഡ് എടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തി ബാബു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അദ്ദേഹം RCMൽ ഒരു വണ്ടർ വേൾഡ് എടുക്കാനും ചിന്തിച്ച വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആള്, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വെറും തട്ടിപ്പ് പരിപാടിയാണ്,
ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഡിമോട്ടിവേറ്റ് ചെയ്തു. അദ്ദേഹം എന്ത് പറഞ്ഞ്, നമുക്കൊരു പണിയാ, നമുക്ക് കമ്പനി പോയി കാണാം, കമ്പനി പോയി കണ്ടിട്ട് നീ പറ. അത് ഞാൻ പറഞ്ഞ ടെക്നിക്ക് കൊണ്ടല്ല, ശരിക്കും നടന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്നാ പോയി കമ്പനി കണ്ടിട്ട് പറ, ഇത് ഞാൻ ചെയ്യണോ വേണ്ടോ എന്ന് പറ, അത് കഴിഞ്ഞ ശേഷം നീ പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞ ആ വ്യക്തിയും കൊണ്ട് കമ്പനി പോയി വിസിറ്റ് ചെയ്ത് ആ വ്യക്തി ഇന്ന് ഏറ്റവും RCM ഏറ്റവും വലിയ മെമ്പറാണ്, ഏറ്റവും അധികം ആക്റ്റീവായിട്ട് 100 പേരെടുത്ത് അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ബാബു സാർ വണ്ടർ വേൾഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തിനോട് പോകണ്ട, ഈ RCM വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ആക്റ്റീവായിട്ട് RCM വർക്ക് ചെയ്യുന്നത്, ബാബു സാറിനേക്കാളും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിന് 100% വിശ്വാസമായി. കാരണം എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്, നീ ഒന്ന് പറഞ്ഞുകൊണ്ടാ, ഞാനിത് ചെയ്യണോ വേണ്ടോ എന്ന് നിന്റെ ഡിസിഷൻ കൊണ്ടാന്നുള്ള കാര്യം പറഞ്ഞപ്പം അദ്ദേഹം അതിനു വേണ്ടി പോയി. നീ ചെയ്യരുത് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കൂടെ പോയ ആള് അയാളെക്കാളും ബാബു സാറിനേക്കാളും സ്പീഡിൽ നിന്ന് RCM ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ തിങ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹോം മീറ്റിംഗിന് നമുക്ക് അങ്ങനെ ആളുകളെ വിളിക്കാൻ വേണ്ടി സാധിക്കും. സോ ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ ടിപ്പുകളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ആളുകളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം, എത്ര സമയം കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരു നോർമൽ മീറ്റിംഗ് നമുക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹോം മീറ്റിംഗിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു, യു വിൽ ഫൈൻഡ് എ വേ, ആൻഡ് ഇഫ് ഇറ്റ് നോട്ട്, യു വിൽ ഫൈൻഡ് എൻ എക്സ്ക്യൂസ്. നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ RCM എന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും, 10 പേരോട് നിങ്ങൾ പറയും, നിങ്ങൾ ഇതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും. ബട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് വലിയ കാര്യമൊന്നും ഇല്ല തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഇതുവരെ പോയ പോലെ തന്നെ മുമ്പോട്ടേക്ക് പോകും. സോ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് RCM നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറിന്റെ ബുക്കുകളിൽ അടക്കം എഴുതിയിട്ടുള്ള, ഇതൊന്നും ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളല്ല. ഈ പ്രസ്ഥാനത്തിനകത്ത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ സമ്പാദിക്കുന്ന ആളുകൾ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ക്രിസ്പാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഓരോരോ സ്ലൈഡും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്രയും അധികം കാര്യങ്ങൾ ഇതിലൂടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ഒരു RCM പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് പറയുന്നു RCMനകത്ത് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുന്നു എന്ന് പറയുന്ന കാര്യം നമ്മൾ ആ വ്യക്തി വിഷ്വലൈസ് ചെയ്യിപ്പിക്കണം, അദ്ദേഹത്തിന് കാണാൻ സാധിക്കണം അദ്ദേഹത്തിന് ഇൻകം കിട്ടുന്നത്. അതൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം, പ്രോസ്പെക്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന ഇരിപ്പിൽ തന്നെ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു അവസരത്തിൽ പറയാം. വലിയ തോതിലുള്ള വിജയങ്ങൾ നിങ്ങൾ ഓരോ വ്യക്തികൾക്കും 2024 തന്നെ, ഈ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. JRCM, ഗുഡ് RCM. താങ്ക് യു സോ മച്ച്.